Next, we recognize creativity blended with engineering. Shivanand PV, Class 11 Science student from KPR Gopal Smaraka GHSS Kalyasheri, presents innovation as an engine for opportunity, design and entrepreneurial potential of a smart electronic voting machine. His work showcases how student ingenuity can solve real community needs. Thank you, ma'am, for a great introduction. So, good morning, everyone. So, today I'm going to talk about turning innovation into opportunity. In our current world, innovation is all what we see. Everything we see is a great innovation. Cameras, clothes, watches, even television is a innovation. So, today I'm going to talk about turning innovation into an opportunity. How my voting machine turns into a career. Introduction. Innovation connects ideas to real world impact. What is innovation? Innovation is a bridge between ideas and impacts. Technology is transforming governance and society. Nowadays, one of the most rapidly increasing sector is technology. Wherever we go, there we can see technology and innovation. So, knowledge becomes meaningful when it solves problems. According to my aspects and vision, technology means it is a sector or it is a meaningful thing when it solves problems of real world problems. So, I'm put forwarding a questions. Have you ever wondered what might happen if you dared to turn one school project into a solution that could change your entire country? According to us, everybody must have attended Shastra Mela, Kalolsam and all. So everybody must have attended school projects. So have you ever think about turning that into a career or turning that into a problem-solving skill? That in that time, AI comes. Role of AI in career and entrepreneurship. നമുക്ക് അറിയുന്നത് പോലെ നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും AI ആണ്. ChatGPT, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചാറ്റ് ബോട്ടിൻ്റെ പേര് പറയാമോ? ഒരു ചാറ്റ് ബോട്ടിൻ്റെ പേര് പെർപ്ലെക്സിറ്റി, ജെമിനി. നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ജെമിനി ഉപയോഗിച്ചിട്ട് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പം എവിടെ നോക്കിയാലും AI നമുക്ക് കാണാം. അപ്പം നമുക്ക് ഈ AI ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കരിയർ കണ്ടെത്താം? നമ്മുടെ ഒരു ഇന്നോവേഷനെ കരിയറാക്കി മാറ്റാൻ AI എങ്ങനെ സ്വാധീനിക്കുന്നു നമുക്കത് നോക്കാം. അതായത് AI രണ്ട് തരത്തിലുണ്ട്. നേരോ AI, വൈഡ് AI. അപ്പം നേരോ AI എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിലൊക്കെ ഉള്ള ചെറിയ ചെറിയ AIs ആണ് നേരോ AI. എന്നാൽ വൈഡ് AIs എന്ന് പറയുമ്പം നമ്മളിപ്പം അയൺമാൻ സിനിമ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അയൺമാൻ, അവെഞ്ചേഴ്സ്. അയൺമാൻ ഉപയോഗിക്കുന്ന AI സിസ്റ്റംസിനെ കണ്ടിട്ടുണ്ടോ? ജാർവിസ്, ഫ്രൈഡേ. അപ്പം ഇതുപോലുള്ള AI പ്ലാറ്റ്ഫോംസിനെയാണ് നമ്മൾ വൈഡ് AIs എന്ന് പറയുക. ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ChatGPT പോലുള്ളവയൊക്കെ വൈഡ് AIs ആണ്. അപ്പം നമ്മൾ ഈ AI എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇന്നോവേഷൻ അല്ല. അതായത് AI എന്ന് പറയുന്നത് നമ്മുടെ ഒരു കരിയർ അല്ല. ബട്ട് AI ഈസ് എ മെഷീൻ ഓർ എ തിങ് വിച്ച് ക്യാൻ ആംപ്ലിഫൈ ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് ഇറ്റ് കനോട്ട് റീപ്ലേസ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും AIക്ക് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ആംപ്ലിഫൈ ചെയ്യാൻ AIക്ക് സാധിക്കും. സോ വി ആർ ഗോണ ടോക്ക് അബൌട്ട് മൈ സ്മാർട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. സോ സേവം എന്നാണ് ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന നിക് നെയിം. അപ്പം എങ്ങനെ എൻ്റെ വോട്ടിംഗ് മെഷീൻ ഒരു കരിയറായി മാറുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ എന്താണ് എൻ്റെ വോട്ടിംഗ് മെഷീൻ? ഞാൻ എൻ്റെ സ്കൂളിലെ ഒരു ഇലക്ഷൻ്റെ സമയത്ത് എങ്ങനെ നമുക്കൊരു ഇലക്ഷൻ ക്രിയേറ്റിവിറ്റി ഒരു ഇന്നോവേറ്റീവ് ആക്കാം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഞാൻ എൻ്റെ പ്രിൻസിപ്പളോട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു വോട്ടിംഗ് മെഷീൻ കൊണ്ടുവരുന്നത്. അപ്പം ആ വോട്ടിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം നിലവിൽ എങ്ങനെയാണോ VVPAT അതുപോലെ തന്നെയാണ് എൻ്റെ വോട്ടിംഗ് മെഷീൻ ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നത്. അപ്പം അതിൽ 6 ലക്ഷത്തോളം വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് ഞാൻ അതിൽ കൊണ്ടുവന്നത്. അപ്പം അതിലൂടെയാണ് എൻ്റെ സ്കൂൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത്. അപ്പം ആ സ്കൂൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തതിനെ തുടർന്ന് പിന്നീട് ഞാൻ ഓട്ടോമാറ്റിക് ചിന്തിച്ചു, നമ്മുടെ ഇപ്പോഴത്തെ വോട്ടിംഗ് മെഷീന് എത്രത്തോളം കറപ്ഷൻ സംഭവിക്കുന്നു, നമ്മൾ ഇപ്പോഴത്തെ ഇലക്ഷൻ പ്രോസസ്സിൽ കറപ്ഷൻ എത്രത്തോളം ഉണ്ട്,
നമ്മൾ ഇലക്ഷനൊക്കെ ഡെമോക്രാറ്റിക്കലി ആണോ നടക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. അതിനെ തുടർന്നാണ് ഞാൻ ഒരു പുതിയൊരു വോട്ടിംഗ് മെഷീൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. സോ എൻ്റെ ഇപ്പോഴത്തെ പുതിയ സ്മാർട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രത്യേകതകൾ, കീ ഫീച്ചേഴ്സ് എന്തെല്ലാം നോക്കാം. സെക്യൂർ, ഫാസ്റ്റ് ആൻഡ് റിലയബിൾ, ഈ 3 കാര്യത്തിലുണ്ട് എല്ലാം. നമ്മുടെ ഇപ്പോഴത്തെ വോട്ടിംഗ് മെഷീൻ ഏതാണ് ഉപയോഗിക്കുന്നത് എന്ന് ആയിരിക്കും പറയാൻ പറ്റുമോ? വി വി പാറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറൻ്റായിട്ട് എലക്ഷൻസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. സോ ഈ വി പാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഒരേ സമയം അനലോഗായിട്ടും ഡിജിറ്റലായിട്ടും വോട്ട്സ് സ്റ്റോർ ചെയ്യും. അപ്പം ഒരു വോട്ടർ വന്ന് അദ്ദേഹത്തിൻ്റെ വോട്ടർ ID പോളിംഗ് ഓഫീസേഴ്സ് വഴി ചെക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം വോട്ട് ചെയ്യാൻ പോകും. അപ്പം വോട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് അനലോഗ് വഴി വോട്ട് ചെയ്യും. ഈ അനലോഗായിട്ട് ചെയ്യുന്ന വോട്ടുകൾ സ്വിച്ചസ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റാസ് ഡിജിറ്റലായിട്ട് ഒരു പേപ്പർ ഓഡിറ്റ് വഴി നമുക്ക് കിട്ടും. അതിലൂടെ അനലോഗായും ഡിജിറ്റലായും നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ വി പാറ്റിൻ്റെ പ്രത്യേകത. എന്നാൽ ഈ വി പാറ്റിൻ്റെ പരിമിതി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വരുന്നു വോട്ട് ചെയ്യാൻ, മെഷീന് തിരിച്ചറിയോ ഞാനാ വോട്ട് ചെയ്യുന്നതെന്ന്? തിരിച്ചറിയോ? ആൻസർ മീ. തിരിച്ചറിയോ? ഇല്ല. അപ്പം എൻ്റെ മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന വോട്ടേഴ്സിനെ തന്നെ മെഷീൻ തിരിച്ചറിയും. അപ്പം വെറും തിരിച്ചറിയല്ല, 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പ്രോസസ്സിലൂടെയാണ് ഒരു വ്യക്തിയെ ആ മെഷീൻ തിരിച്ചറിയുന്നത്. ഫസ്റ്റത്തെ ഞാൻ തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു ATM സൈസ്ഡ് ചിപ്പ് അടങ്ങുന്ന ഒരു വോട്ടർ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്. 2 ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ. 3-മത്തത് നമ്മുടെ ആധാർ. ഈ 3ഉം ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വോട്ടിംഗ് മെഷീൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആൾമാറാട്ടം നടക്കില്ല. ആൾമാറാട്ടം കൊണ്ടാണ് നമ്മൾ മാക്സിമം ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയുന്നതിലൂടെ ഇത് നമുക്ക് തടയാൻ പറ്റും. 2-മത്തെ പരിമിതി വി പാറ്റിൻ്റെ പരിമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിൻ്റെ കപ്പാസിറ്റിയാണ്. നമ്മൾ നിലവിലെ വി പാറ്റിൻ്റെ വോട്ടിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയോ? 2000. 2000 വോട്ട് മാത്രമാണ് നമ്മുടെ വി പാറ്റിൽ സ്റ്റോർ ആവുന്നത്. എന്നാൽ എൻ്റെ മെഷീനിൽ 6 ലക്ഷത്തോളം വോട്ടാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല, നമ്മൾ എക്സ്ട്രാ ഒരു SD കാർഡോ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസ് വെക്കുന്നതിലൂടെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ആൻഡ് ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ ഫോർവേഡ് ചെയ്യാണ്. ഞാൻ എല്ലാ സ്ലൈഡിലും ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സോ എവ്രി വൺ മസ്റ്റ് നോട്ടീസ് ഇറ്റ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ ഐ വിൽ ബി ആസ്കിങ് യു. സോ ഹൗ powerful would our nation become if every vote, every identity and every citizen were protected by technology but young minds like ours? നമ്മുടെ കുഞ്ഞു മനസ്സുകളിലെ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ നേഷൻസിലെ വോട്ടേഴ്സിനെ നമ്മൾക്ക് സംരക്ഷിക്കാം, സിറ്റിസൺസിൻ്റെ വോട്ടുകൾ സുരക്ഷിതത്വമാക്കാം എന്നതാണ് ഇതിലൂടെ ചോദിക്കുന്നത്. അതിനുള്ള എന്തെല്ലാം ഐഡിയാസാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. സോ ആൻസേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷന് നിങ്ങൾ തരേണ്ടതാണ്. അത് ഇന്നോവേഷൻസ് ഐ ക്രിയേറ്റഡ്. സോ ഞാൻ ഉണ്ടാക്കിയ ഒരു ഇന്നോവേഷൻ മാത്രമാണ് സ്മാർട്ട് ഇലക്ട്രോണിക് വോട്ട് മെഷീൻ. ഇതുപോലെ പലതരത്തിലുള്ള ഇന്നോവേഷൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ 6ഓളം ഇൻവെൻഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാണ് ഒരു ഗ്ലാസ് ആണ്, ഗോഗിൾസ് ആണ്. ഈ ഗോഗിൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയിലെ സിസ്റ്റവും ഈ ഗോഗിൾസ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഗോഗിൾസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാണ്ട് ഇപ്പം ഒന്നെങ്കിൽ ആൽക്കഹോൾ ഡിറ്റക്ഷൻ, അല്ലെങ്കിൽ ഇപ്പം ഉറക്കം മൂലം നമുക്ക് അറിയാണ്ട് ബോധം പോയി അൺകോൺഷ്യസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്യും. അപ്പം ഈ സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വണ്ടീൻ്റെ കൺട്രോള് ഒരു AI ടേക്ക് ഓവർ ചെയ്യും. ഈ AIയുടെ പ്രത്യേകത എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അൺകോൺഷ്യസ് ലെവൽ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ആ വണ്ടിയെ സുരക്ഷിതമായ ഒരു സേഫ് ഡിസ്റ്റൻസിൽ എത്തിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 2-മത്തേത് പറഞ്ഞാൽ ഒരു സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം. ഈ പാർക്കിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ ഒരു കള്ളനും ആ പാർക്കിംഗ് സ്ലോട്ട് കയറി വണ്ടീനെ മോഷ്ടിക്കാൻ പറ്റില്ല. ഒരു കാരണവശാലും വണ്ടി മോഷ്ടിക്കാൻ പറ്റില്ല. കാരണം അത്രയധികം സേഫ്റ്റി ഫീച്ചേഴ്സ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ ഇതുപോലുള്ള പല മെഷീൻസും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ കരിയർ ഉണ്ടാക്കി എന്നതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. സോ ടേണിങ് മൈ ടാലൻറ്റ് ഇൻ ടു എ കരിയർ. പ്രോജക്റ്റ് എക്സ്പീരിയൻസ് ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് എക്സ്പെർട്ടൈസ്. സോ എക്സ്പീരിയൻസ് ആണ് ഒരു മാനിനെ ഏറ്റവും കൂടുതൽ സക്സസ്സിൽ എത്തിക്കാൻ പറ്റുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഞാൻ ഇതുപോലുള്ള മെഷീൻസ് ഉണ്ടാക്കി എനിക്കിപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആയി. ഇതിലൂടെ എനിക്ക് കിട്ടുന്ന ഗുണം എന്താ ചോദിച്ചാൽ ഒരു കമ്പോണൻറ്റ്, ഒരു ഇലക്ട്രിക്കൽ
ഇലക്ട്രോണിക് ഡിവൈസ് എനിക്ക് എൻ്റെ എന്തെങ്കിലും തകരാറ് മൂലമോ ഡിഫക്റ്റ് മൂലമോ എൻ്റെ കൈകളിൽ എത്തിയാൽ എനിക്കത് ഓട്ടോമാറ്റിക്കലി തിരിച്ചറിയാനുള്ള പറ്റുന്ന ഒരു കഴിവ് കിട്ടി. അപ്പം ഇതിലൂടെ നമുക്ക് സ്വന്തമായി ടാലൻസ് ഉണ്ടാക്കാൻ പറ്റും. ഈ ടാലൻസ് ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്തമായ കരിയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു ഇന്നോവേഷൻ ഞാനൊരു പാറ്റൻറ്റ് രജിസ്റ്റർ ചെയ്താൽ എനിക്ക് വലിയ വലിയ കമ്പനീസിൽ ഇത് സെല് ചെയ്ത് എനിക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇതുപോലത്തെ ഇന്നോവേഷൻസ് രൂപകൽപ്പന ചെയ്യുന്ന ഒരു കമ്പനി ഞാൻ പുട്ട് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി പേർക്ക് ജോലി നൽകാനും എനിക്ക് പറ്റും. അപ്പം ഒരേ സമയം എനിക്ക് ജോലി നൽകാനും പറ്റും, കരിയർ രൂപപ്പെടുത്താനും പറ്റും. ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അതേഴ്സ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരേ സമയം കരിയർ നൽകാനും പറ്റും, കരിയർ സൃഷ്ടിക്കാനും പറ്റും. കൺക്ലൂഷൻ: AI ഗൈഡ്സ് us, ഇമാജിനേഷൻ ഡ്രൈവ്സ് us. AI ഒരിക്കലും നമുക്കൊരു മാർഗമല്ല, AI നമുക്ക് മാർഗം തരാനുള്ള ഐഡിയാസ് തരുന്നതേ ഉള്ളൂ. എവറി സ്മോൾ പ്രോജക്റ്റ് ക്യാൻ സ്റ്റാർട്ട് എ മൂവ്മെൻറ്റ്. നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു മൂവ്മെൻ്റാണ് ഈ മരങ്ങളെ സംരക്ഷിക്കുന്നതിന് തുടർന്ന് ഒരു ആൾക്കൂട്ടം പണ്ട് ഒരു മൂവ്മെൻറ്റ് നടത്തിയായിരുന്നു. എല്ലാ മരങ്ങളെയും ഹഗ് ചെയ്തുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റ് വലിയൊരു റെവല്യൂഷനായിട്ട് മാറിയിട്ടുണ്ട്. സോ ഒന്നും ചെറുതല്ല എന്നതാണ് ഞാൻ അതിലൂടെ പറയുന്നത്. ആൻഡ് റിയൽ പവർ ഓഫ് ഇൻവെൻഷൻ ലൈസ് നോട്ട് ഇൻ മെഷീൻസ് ബട്ട് ഇൻ മൈൻഡ്സ് ദാറ്റ് ഡാർ ടു മേക്ക് എ ഡിഫറൻസ്. ഒരിക്കലും ഇൻവെൻഷൻ്റെ പവർ എന്ന് പറയുന്നത് മെഷീനിലല്ല, ബട്ട് ഇൻ അവർ മൈൻഡ്സ്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ മെഷീൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇപ്പം ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ്? Thank you, Shivanand. If the audience has got any sort of questions, you can stand up now and raise your questions to Shivanand. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു സംശയം മോൻ്റെ പേര് ശിവന് ഉത്തരം പറയുകയാണ്. സംശയം ഇതാണ്: നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വോട്ട്സ് എന്നുള്ളത് ഒഴിവാക്കാൻ ഈ മെഷീനിലൂടെ സാധിക്കും. പക്ഷേ വോട്ട് ചെയ്തതിന് ശേഷമുള്ള പിന്നെ വോട്ടിംഗ് മെഷീൻ്റെ മാനിപ്പുലേഷൻസ് പിന്നെ എൻഷുർ ചെയ്യാൻ, അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. സാറ് ചോദിച്ചത് എന്താ ചോദിച്ചാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിങ് തടയാൻ പറ്റും, എന്നാൽ മാനിപ്പുലേഷൻ തടയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പം ഈ മാനിപ്പുലേഷൻ തടയാൻ ഞാൻ ഈ മെഷീൻ ഉണ്ടാക്കിയപ്പം എല്ലാവരും ചോദിച്ച ഇതേ ചോദ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞത് 100 അല്ല 110% ഞാൻ ഉറപ്പ് തരാം, ഇതിലൊരു മാനിപ്പുലേഷനും നടക്കില്ല. കാരണം എന്താ വിചാരിച്ചാൽ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ലോക്കാവും. അത് സിസ്റ്റത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്യും എലക്ഷൻ കഴിഞ്ഞു എന്ന്. എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് റിസൾട്ട് വ്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ഹയർ അതോറിറ്റീസിന് മാത്രമേ വ്യൂ ചെയ്യാൻ പറ്റൂ. കാരണം ഹയർ അതോറിറ്റീസിൻ്റെ കയ്യിൽ ഒരു സേഫ്റ്റി കാർഡ് ഉണ്ടാവും. ഈ സേഫ്റ്റി കാർഡ് ഉൾപ്പെടെ സേഫ്റ്റി കീ, സേഫ്റ്റി കാർഡ്, പാസ്വേഡ്, ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ, ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ റിസൾട്ടിൽ ടാമ്പർ ചെയ്യാൻ പോയിട്ട് റിസൾട്ട് കാണാൻ പോലും പറ്റും. സോ ഒരിക്കലും സിസ്റ്റത്തിൽ വോട്ടുകൾ സ്റ്റോർ ആയിക്കണം, പിന്നീട് അതിനെ എഡിറ്റ് ചെയ്യാനോ അത് ഡിലീറ്റ് ചെയ്യാനോ എറേസ് ചെയ്യാനോ പറ്റില്ല. അതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത. ആൻഡ് വൺ മോർ തിങ്, എൻ്റെ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. എവിടെയും ഇതുവരെ ബിൽഡ് ചെയ്തിട്ടില്ല. സോ ഐ ആം രജിസ്റ്ററിങ് എ പാറ്റൻറ്റ് റീസെൻ്റ്ലി. സോ ഈ മെഷീനെ തുടർന്ന് ഞാനൊരു പാറ്റൻറ്റ് കൂടി ഞാൻ രജിസ്റ്റർ ചെയ്യുകയാണ്. ദിശയുടെ 6ാമത്തെ സീസണിൽ ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവ് നടക്കുമ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളുടെ പ്രസൻറ്റേഷൻ കാണുവാനും അവരുടെ പ്രകടനം വിലയിരുത്തുവാനും കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട ഉമേഷ് സാർ ഇവിടെ നമ്മളോടൊപ്പം സന്നിഹിതനായിരിക്കുന്നു എന്നുള്ളത്. നല്ല ഒരു കയ്യടി നമുക്ക് സാറിന് സമ്മാനിക്കാം. ഇപ്പോൾ മുൻപ് നടന്ന പ്രസൻറ്റർ അവതരിപ്പിക്കുന്ന വോട്ടിംഗ് മെഷീനിൻ്റെ ഡെമോ സാറ് കാണുകയാണ്. വെൽക്കമിങ് ടു ദ സ്റ്റേജ് ഡോക്ടർ CM Asim, സ്റ്റേറ്റ് കോർഡിനേറ്റർ ഓഫ് CG&AC,
Dr. Shajida S., Joint Director Academic, and other officials. ഞാൻ ഉമേഷ്, ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷൻ. ഈ പേപ്പർ പ്രസൻറ്റേഷൻ കാണാനാണ് ഞാനും നമ്മുടെ ജെ ഡി, നമ്മുടെ ഡോക്ടർ അബ്രാജ്, അസീമെല്ലാം എത്തിയത്. വി ആർ റിയലി സ്റ്റൺഡ് ബൈ ദി ക്വാളിറ്റി ഓഫ് ദ പ്രസൻറ്റേഷൻ. ഇത് ഒരു പ്രസൻറ്റേഷൻ ഞാൻ കണ്ടിട്ടുള്ളൂ. ഐ വിൽ സിറ്റ് ഫോർ ദ റിമൈനിങ് പ്രസൻറ്റേഷൻസ് ഓൾസോ. ഐ എം വെരി പ്രൗഡ് to be working in a department which gives birth to such wonderful kids. വളരെ സന്തോഷമുണ്ട്. And best wishes. He is going to patent also. So 2025 ആണത്. ഇനി 35-40 ആകുമ്പോൾ വലിയ ആവുമ്പോൾ അതിൻ്റെ തുടക്കം ഈ 25 ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. So I'm very proud of all of you and Mr. Shivanand also. Yeah. He's going to give a demo. Shivanand's parents are also there, sir, with you. Parents, sir. Very nice. Proud moment for the family also. Teacher out on that. Very nice. From Kannur. Yeah, good. Teacher പേര് പ്രദീപ്. അമ്മ പേര് So teacher name Mr. Pradeep ഉണ്ട്, അമ്മ പ്രസീത ഉണ്ട്. Teacher and parents ആണ് his success ന് കാരണം. So I mentioned their names. Best wishes to both the parents and the teachers. Demo കാണിക്കാൻ പോകുന്നു. He wants to show a demo of the machine. Okay, now. ഇപ്പോൾ വെച്ചിട്ടുള്ള വോട്ടർ ഐ ഡി ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഞാൻ തന്നെ രൂപകൽപ്പന ചെയ്ത വോട്ടർ ഐ ഡി. ഇതിൻ്റെ പ്രത്യേകത കണ്ട് ഇതുപോലത്തെ കാർഡ് ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ATM കാർഡ് കണ്ടിട്ടുണ്ടോ? ATM കാർഡിൽ പോലത്തെ ഒരു ചിപ്പ് ഇൻബിൽഡ് ചെയ്ത ഒരു കാർഡാണിത്. അപ്പം ഇതാണ് ഞാൻ തന്നെ രൂപകൽപ്പന ചെയ്തതിന് വോട്ടർ ഐ ഡി. ഇതിൻ്റെ അകത്ത് വോട്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡാറ്റ ഉണ്ട്. ചെറിയൊരു ഡാറ്റ. ഒന്ന് അദ്ദേഹത്തിൻ്റെ പേര്, രണ്ടാമത്തത് യൂസർ നെയിം, മൂന്നാമത്തത് അദ്ദേഹത്തിൻ്റെ ഒരു എൻക്രിപ്ഷൻ ലോക്ക്. ഈ എൻക്രിപ്ഷൻ ലോക്കിലൂടെയാണ് അദ്ദേഹത്തെ ഫസ്റ്റ് തിരിച്ചറിയുന്നത്. സോ ഇതിൻ്റെ അത് കാണാം, ഇൻസേർട്ട് വോട്ടർ കാർഡ് എന്ന് ഈ ഡിസ്പ്ലേയിൽ കാണിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ ഞാൻ വോട്ടർ കാർഡ് ഇൻസേർട്ട് ചെയ്യാണ്. ഈ വോട്ടർ ഉടമയുടെ പേര് ഇവിടെ കാണിക്കും. വെൽക്കം അശ്വിൻ, ഒതൻറ്റിക്കേഷൻ റിക്വയർഡ്. അപ്പം അശ്വിൻ്റെ ഒതൻറ്റിക്കേഷൻ നമ്മൾ ചെയ്യാണ്. അശ്വിൻ്റെത് ലെഫ്റ്റ് തമ്പാണ്, ഫെയിൽഡായി. നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം. ആക്ഷൻ ഓതറൈസ്ഡ്. അപ്പം നമ്മൾ കാസ്റ്റ് ചെയ്യാം. സോ ഈ ഓത്തറൈസേഷൻ നേരത്തെ ചെയ്ത് വെച്ചിരിക്കണോ? അശ്വിൻ എന്ത് ചെയ്തിരിക്കണം? അശ്വിൻ ആദ്യമേ നമ്മൾ ഒരു ഫസ്റ്റ് ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് എല്ലാ വോട്ടേഴ്സിൻ്റെയും ആധാർ നമ്മൾ ചെക്ക് ചെയ്യണം. അത് എൻഷുവർ ആക്കി വെക്കണം. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലത്തെ ഒരു വോട്ടർ ഐ ഡി നമ്മൾ ബിൽഡ് ചെയ്യണം എന്നാണ്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫിംഗർ പ്രിൻറ്റും നമ്മൾ ഈ വോട്ടർ ഐ ഡിയും മെഷീനിൻ്റെ ഉള്ളിലും സ്റ്റോർ ചെയ്യണം. എന്ന് വിചാരിച്ചാൽ ഞാനിത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. നമ്മളിപ്പോഴത്തെ ടെക്നോളജി കാരണം തന്നെ എല്ലാ ഫീൽഡിലും നമുക്ക് മാനിപ്പുലേഷൻ നടത്താൻ പറ്റും. ഈവൻ നമ്മൾ ആധാർ പോലും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആധാർ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വോട്ടർ മെഷീൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ നമുക്കറിയാലോ ഇന്നൊരു പഞ്ചായത്തിൽ ഇത്ര ആൾ. ഒരു മിനിറ്റ്, ഇത് സംസാരിക്കുമ്പോൾ ഇത് ടൈമുണ്ടോ? അത് ഇല്ല, ടൈമൊന്നുമില്ല. ഇല്ലില്ല. അപ്പം ഒരു പഞ്ചായത്തിൽ ഇത്ര പേര് വോട്ട് ചെയ്യും എന്ന ഒരു നിശ്ചയമായ ഒരു നമ്പർ നമ്മളെ കയ്യിലുണ്ടാവും. ആ നമ്പറിനെ തുടർന്നാണ് നമ്മൾ ഇലക്ഷൻസ് സംഘടിപ്പിക്കാറ്. സോ ഇത്രയും പേരെ ആധാറും ഫിംഗർ പ്രിന്റും ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, മെഷീനിൽ സ്റ്റോർ ചെയ്യും. ഇതെന്തിനാ കൊടുക്കുന്നത് ചോദിച്ചാൽ പുറമേ ഒരാൾ വന്നതിനെ വോട്ട് നടക്കരുത്. അത് മനസ്സിലായി. സോ ഈ അശ്വിനുടെ ഫിംഗർ പ്രിന്റ് ഓൾറെഡി സ്റ്റോർഡ് ആണ്, മെഷീൻ്റെ ഉള്ളിൽ സ്റ്റോർഡ് ആണ്. അപ്പം ഇതിന് ശേഷം നമുക്ക് വോട്ട് ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റത്തെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത്. കാൻഡിഡേറ്റ് 1 വോട്ട് ചെയ്തു, സ്റ്റോറായി. ഇനിയിപ്പം ഈ വിവിപാറ്റുടെ റോൾ ഏതാ ചെയ്യുന്നത്? ഇതാണോ?
ഇപ്പോൾ നമ്മുടെ നോർമൽ ഇലക്ഷനിൽ വി വി പാറ്റ് ഇപ്പോൾ യു ടോൾ മീനോ 2000 പേര് വി വി പാറ്റ് സ്ലിപ്പ് ഇപ്പോൾ സ്ലിപ്പ് ഒന്നും ഇല്ല ഇതിൽ കാണാം ഇതിൽ കാണാം ഇതിൽ കാൻഡിഡേറ്റ് 1 കാണാം SD കാർഡിന്റെ സേവ് വി വി പാറ്റിന്റെ പർപ്പസ് എന്താ ഞാൻ ആർക്ക് വോട്ട് ചെയ്തു കാണാൻ വേണ്ടിയല്ലേ വി വി പാറ്റ് സോ അതുപോലെ ഇവിടെ ഇപ്പോൾ 1 കണ്ടോ ഇത് അനലോഗ് ആയിട്ട് നമുക്ക് പ്രിന്റബിൾ ആക്കാം ഇതിന് പ്രിന്റബിൾ വെക്കാം അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം സ്റ്റോർ ആയി ഓട്ടോമാറ്റിക്കലി ഇപ്പം അശ്വിൻ വീണ്ടും വോട്ട് ചെയ്യാന്ന് വിചാരിച്ചോ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന കാർഡ് ഒരിക്കൽ സേവ് അയക്കാനാ പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാം അടുത്തത് ഞാൻ വീണ്ടും വേറെ ഇപ്പം ഒരു അൺനോൺ കാർഡ് ഇതുപോലത്തെ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത ഒരു കാർഡ് ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചു ഇത് ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന വിചാരിച്ചോ രാഹുൽ ഇത് രാഹുലിന്റെ കാർഡാണ് രാഹുലിന്റെ കാർഡ് ഞാൻ ഇൻസേർട്ട് ചെയ്തു ഫെയിൽഡായി ഇത് ഞാനിപ്പം ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ ഫെയിൽഡ് ആക്കാണ് ഇതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് ഫെയിലായി മൂന്ന് ട്രൈസ് ആണുള്ളത് ഒരാൾക്ക് 3 വട്ടമാണ് ഫിംഗർ വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റുക ഫെയിലായി ഇനിയിപ്പം ഇങ്ങനെ ഫെയിൽ അയക്കണം ഓരോരുത്തർക്കും ഓരോ പേഴ്സണലൈസ്ഡ് പാസ്വേഡ് ഉണ്ട് അപ്പം ഞാനിവിടെ 1 2 3 4 ആൻഡ് സ്റ്റാർ അതായത് ഇത് ഒരു കീപാഡാണ് ഞാൻ തന്നെ ഇംബിൾഡ് ചെയ്ത കീപാഡാണ് അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലെ കേസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സോ അപ്പം പാസ്വേഡ് അടിച്ച് ഓക്കെ ആയി ടെൻഷനായി ഇനി ഞാനിപ്പം ഇപ്പം ആദ്യത്തെ സ്ഥാനാർത്ഥിക്ക് ചെയ്തു ഞാനൊരു രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് ചെയ്തു വോട്ട് സേവ് ആയി സോ ഞാനിപ്പം അശ്വിൻ്റെയും ചെയ്തു ഇതിൻ്റെയും ചെയ്തു എല്ലാവരും ഞാൻ ആയിരിക്കലാനാ വോട്ട് ചെയ്തതെന്നൊന്ന് റിമെമ്പർ ചെയ്ത് വെക്കണേ നമ്മൾ പിന്നീട് റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനില്ല സോ നമുക്കിനി ഒരു അൺനോൺ കാർഡ് ഇട്ട് നോക്കാം ഒരു അൺനോൺ ആയ ഒരു കാർഡ് ഒരു ഇൻഡിക്കേഷനോ ഒന്നുമില്ല അൺനോൺ ആയ ഒരു കാർഡ് ഞാൻ ഇട്ട് നോക്കാം ഇൻവാലിഡ് കാർഡ് പ്ലീസ് റിമൂവ് കാർഡ് അത് അൺനോൺ ആയ ഒരു എറർ കണ്ടുകഴിയുന്ന ഒരു കാർഡ് അതായത് നമ്മളെ സിസ്റ്റത്തിൽ ഇൻബിൽഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു കാർഡ് ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഉണ്ടാക്കിയ ഒരു കാർഡായാലും ഇതിൻ്റെ അകത്ത് എടുക്കില്ല നമ്മളെ ആ ഒരു സെൻറ്റർ കൊടുക്കുന്ന കാർഡ് മാത്രമേ സ്വീകരിക്കുള്ളൂ സോ ഇൻവാലിഡ് കാർഡ് അപ്പം ഇനിയിപ്പം ഞാനിനി എൻ്റെ കാർഡ് ഇട്ടിട്ട് ഞാൻ ചെയ്യാം യെസ് ഒതൻറ്റിക്കേഷൻ റിക്വയർഡ് ഇനി ഞാൻ കാസ്റ്റ് ചെയ്യാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് തന്നെ വീണ്ടും ചെയ്തു സോ നമുക്കിനി നോക്കാം ടോട്ടലി 3 പേരെ വോട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് എല്ലാവരും ആയിരിക്കലാനെ ചെയ്തേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിക്കുക നമുക്ക് റിസൾട്ട് നോക്കാം നമ്മൾ ഒരു കീ സ്വിച്ചാണ് ഞാൻ ട്രബിൾ സോ ഞാൻ ഇതിൻ്റെ ഉള്ളൊരു കീ സ്വിച്ച് നമ്മളെ വണ്ടിക്കൊക്കെ ഇഗ്നിഷൻ ചെയ്യുമ്പോൾ ഒരു കീ സ്വിച്ച് ഉണ്ട് അതുപോലത്തെ ഒരു കീ സ്വിച്ചാണ് അപ്പോൾ ഞാൻ വെച്ച് മോഡ് ചേഞ്ച് ചെയ്യാണ് അതെ ഇപ്പം വോട്ടർ മോഡിലാണ് ഉള്ളത് മെഷീൻ ഇനി റിസൾട്ട് മോഡിലേക്ക് പോകും ഓതറൈസ്ഡ് ഇൻസേർട്ട് ഓതറൈസ്ഡ് കാർഡ്സ് ടു വ്യൂ റിസൾട്ട് ഇതിപ്പം റിസൾട്ട് വ്യൂ ചെയ്യേണ്ട മോഡായി ഇപ്പം ഞാനൊരു കാർഡ് ഇടുന്നു ഞാനിപ്പം അശ്വിൻ്റെ കാർഡ് ഇടുവാണ് റിസൾട്ട് നോക്കാൻ അതാണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഇപ്പൊ അശ്വിൻ്റെ കാർഡ് ഇട്ട് അൺഓതറൈസ്ഡ് കാർഡായി ഇതിൻ്റെ അകത്ത് ഓതറൈസ്ഡ് ആയ കാർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാർഡ് മാത്രമാണ് ഞാനപ്പം എൻ്റെ കാർഡ് ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്ത് റിസൾട്ട് കാണാൻ പറ്റൂ ഞാൻ എൻ്റെ കാർഡ് ഇടുവാണ് ശിവനന്ദ് ഓതന്റിക്കേഷൻ റിക്വയർഡ് ഫെയിലായി ഓതന്റിക്കേഷൻ നോ അത് ഞാൻ ഇതിൽ ഏറ്റവും ചീപ്പസ്റ്റ് വേയിലാണ് ചെയ്തത് അപ്പം സെൻസേഴ്സിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഇരിക്കും അപ്പം ഞാനിപ്പോൾ ചെയ്തത് നമുക്കൊന്നും കൂടി റിസൾട്ട് നോക്കാം വ്യൂ റിസൾട്ട് ഞെക്കി ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് ഞാൻ 1 വോട്ടാണ് ചെയ്തത് കറക്റ്റ് ആണോ ഓക്കെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് 2 വോട്ടാണ് ചെയ്തത് സോ ആസ് ഇറ്റ് ഈസ് സോ ഇതാണ് ഇതിന്റെ അക്യൂറസി നമുക്ക് കൂട്ടാം 6 ലക്ഷം എത്ര വേണേലും ചെയ്യാം ഇൻഫിനിറ്റി ആണ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇത് ബിൽ ചെയ്യാൻ എത്ര ചെലവായി ഞാൻ 10,000 റുപ്പീസിന്റെ ഉള്ളിലാണ് ചെയ്തത് ഒരു മെഷീന് ഇൻക്ലൂഡിങ് കാർഡ്സ് എല്ലാം ചേർത്താണോ ഞാൻ ബിൽഡ് ചെയ്യാൻ എടുത്തത് 10,000 റുപ്പീസാണ് ഈ 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്പയർ അവാർഡ് ലഭിച്ചായിരുന്നു അപ്പോൾ ആ ഇതിനെ തുടർന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു മെഷീനാണ് ഇത്
സോ ഇത് ഇനി ഇപ്പോൾ ജില്ലയിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ആ ഇൻസ്പയർ അവാർഡിൽ കിട്ടിയ എനിക്ക് സ്കോളർഷിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് നിർമ്മിച്ചത്. സോ ഇത് ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസാണ് 10,000 റുപ്പീസ്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ നമ്മൾ ഹിസ്റ്ററി തപ്പി ഇറങ്ങി കഴിഞ്ഞാൽ അബൌട്ട് 10,000 മേലെ. കാരണം അത്രയോളം ഫെയിലിയേഴ്സും ഉണ്ടായിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ മോനെ, ഐ ഹാവ് എ ഡൗട്ട്. ഈ നമ്മൾ സാധാരണ വോട്ടിംഗ് നടക്കുമ്പോൾ ഐഡന്റിഫിക്കേഷൻ, അതായത് വോട്ടറിന്റെ ഐഡന്റിഫിക്കേഷൻ വേറൊരു സ്ഥലത്താണ്, ഈ മെഷീനിൽ നമ്മൾ കൊടുക്കുന്ന കാസ്റ്റ് ചെയ്യുന്ന വോട്ട് വേറൊരു സ്ഥലത്താണ്. സോ ഇറ്റ് ഇസ് നോട്ട് സ്റ്റോർഡ് എനിവേ, നോബഡി വിൽ നോ അല്ലേ? അപ്പോൾ മോൻ്റെ മെഷീൻ ഒരേ മെഷീനിലാണ്, വോട്ടറുടെ ഐഡന്റിഫിക്കേഷനും അതേ ഇതിലാണ്, വോട്ട് കാസ്റ്റിങ്ങും അതേ ഇതിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയില്ലേ? ഫോർ അനോണിമിറ്റി പോകാൻ ഒരു സാധ്യതയില്ലേ? ബിക്കോസ് ഇറ്റ് ദ സെയിം തിങ് ഇസ് ബീങ് സ്റ്റോർഡ് ഇൻ ദ സെയിം മെഷീൻ. നോ, അതായത് ഇപ്പം ഞാൻ ഉണ്ടാക്കിയ സിസ്റ്റത്തിൽ ഒരു സിസ്റ്റം ഞാൻ ഉൾപ്പെടുത്തില്ല. എന്ത് വിചാരിച്ചാൽ നമുക്ക് ഈ വരുന്ന പേഴ്സൺസ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ വന്ന് ചെയ്ത സമയം ചെയ്തോ എന്നുള്ള ഒരു ഡാറ്റ ഉണ്ടല്ലോ, ഞാനത് ഇതിൻ്റെ അകത്ത് ഇപ്പം സ്റ്റോർ ചെയ്തില്ല. നമ്മൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ആ ഒരു സിസ്റ്റം കൂടി നമ്മൾ ഇതിൻ്റെ സ്റ്റോർ ചെയ്താൽ എന്താ പ്രത്യേകത വെച്ചാൽ, നമ്മളിപ്പം ഞാൻ വന്ന് ഇത്ര സമയത്ത് വോട്ട് ചെയ്തു, പക്ഷെ ആർക്കാ ചെയ്തതെന്ന് കാണിക്കൂല. ഞാൻ ഇത്ര സമയത്ത് വന്ന് ചെയ്തു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ സ്റ്റോറായി. അപ്പം ആ ഒരു എറർ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒരേ സ്ഥലത്ത് തന്നെ ചെയ്യുന്നതിലൂടെ നമുക്ക് ടൈം ലോസ് ഒരുപാട് കുറക്കാൻ കഴിയും. കാരണം എത്രത്തോളം ദിവസങ്ങളാണ് നമ്മളിപ്പോഴത്തെ ഇലക്ഷൻസ് ചെയ്യാനെടുക്കുന്നത്. അപ്പം ഇത്രത്തോളം നമുക്ക് കുറക്കാം. പിന്നെ മാൻ പവർ, മാം പറഞ്ഞ പോലെ നമ്മൾ ഈ മാനിപ്പുലേഷൻ ഉണ്ടാവാൻ തന്നെ കാരണം അവിടെ കൂടിയിരിക്കുന്ന പീപ്പിൾസ് തന്നെയാണ്. അപ്പം ആ ഒരു മാനിപ്പുലേഷൻ നമുക്ക് ഇതിലൂടെ തടയാൻ പറ്റും. ഫുള്ളി മെഷീൻ പവറാണ്, പേടി മാൻ പവർ ഇല്ല. അതിലൂടെ തന്നെ മാനിപ്പുലേഷൻ നടക്കില്ല. ഓക്കെ, താങ്ക് യു. ഞാൻ പറയാൻ വന്നത്, സിൻസ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ഒരു ശിവാനന്ദയുടെ ഒരു ബ്യൂട്ടിഫുൾ പ്രോജക്റ്റാണ്. ഇതിൽ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻ്റ് എല്ലാം ഉണ്ടാവും. പക്ഷേ ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, നമ്മുടെ സ്റ്റേറ്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ കേൽക്കർ IAS ഉണ്ട്. സാർ മുന്നേ SIR തിരക്കിലായിരിക്കും സാറ്. അത് തീരുമ്പോൾ നമ്മൾ ശിവാനന്ദ കൊണ്ടുപോകാം ട്രിവാൻഡ്രം. സാർ മുന്നേ ആ പ്രസൻറ്റേഷൻ ചെയ്യിപ്പിക്കാം. ആ ഉറപ്പ് ഞാൻ ഇവിടെ വെച്ച് തരുന്നു. വെരി ഗുഡ്. ഓക്കെ, അടുത്ത്